ഞാൻ ആരോടും അസഹിഷ്ണുത കാണിക്കാറില്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എൻ്റെ പേജുകളിലെല്ലാം വരുന്ന ഈ അങ്ങേയറ്റം അശ്ലീലമായിട്ടുള്ള പ്രചാരണങ്ങളെ പോലും ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിരുന്നോ ഒന്നുമില്ല. ഞാൻ എൻ്റെ നിലപാടുകൾ പറയുന്നു, അതിൽ പിന്നെ ആളുകൾ പ്രതികരിക്കുന്നു. എനിക്ക് തന്നെ തോന്നണില്ലേ. പിന്നെ കളിയാക്കൽ, അപവാദ പ്രചരണങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. തലയിൽ വെച്ചിരുന്നതല്ല, ഈ ഇടപാട് അയാൾ ചെയ്തിട്ടുള്ളതാണ്. അത് എന്നെ കൂടുതൽ എനിക്ക് റീച്ച് കിട്ടാൻ സഹായകരമായിട്ടുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നുള്ളൂ. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. എനിക്ക് അധികം വരുന്ന ഇരട്ടപ്പേരുകളാണ്. ഓരോ ദിവസവും ഓരോ ഇരട്ടപ്പേരാണ്. ഏറ്റവും വേദനിപ്പിച്ച ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതേതാ? അതിപ്പോ ഈ ഉള്ളി എന്നുള്ള പ്രചരണം ഉള്ളി സുര വേദനയല്ല, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അവരുടെ ക്ലിക്കായിട്ടുള്ള ഒരു സാധനം അതാണ്. താങ്കൾ ഒരു ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഉള്ളിയാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഉറക്കം വരുന്നു. ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുമല്ല ഞാൻ. മതി അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, എന്നിട്ട് പോടാ.